അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഒരിക്കൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെയുള്ള വളണ്ടിയർമാർ പറഞ്ഞു, ഇവിടെ VIP നിർത്താനുള്ള സ്ഥലമാണ് എന്ന്. നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന രീതി, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരെക്കുറിച്ചുള്ള ബോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതും ഇസ്ലാമിനെക്കുറിച്ചും ശരിയായ രീതിയിൽ എല്ലാം പഠിക്കുന്നവരും ആണ് എന്ന് അറിയുമ്പോൾ എന്തൊരു പ്രയാസമായിരിക്കും. ഇസ്ലാമിൽ എന്ത് VIP ആണുള്ളത്? ഇസ്ലാമിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. ഇസ്ലാമിൻ്റെ VIP എന്ന് പറയുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ, ഉത്തമൻ, ഏറ്റവും വലിയ VIP എന്ന് പറയുന്നത് തഖ്വയുള്ള ആളുകളാണ്. അപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ളൊരു പരാമർശം അത് വല്ലാതെ മനുഷ്യരെ വേദനിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ വരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ വലിയ വിശ്വാസമുള്ള ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള നിലക്ക് അംഗീകരിക്കപ്പെടേണ്ടതോ അനുകരിക്കപ്പെടേണ്ടോ ആളുകളോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ അവർക്ക് ഈ ഒരു പ്രയോഗം, ഈ ഒരു പദമാണ് പ്രയോഗിച്ചതെങ്കിൽ അത് വളരെ മനോഹരമാകുമായിരുന്നു. ഇവിടെ ഗസ്റ്റ് വരാനുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ മനസ്സിന് അത്രമാത്രം പ്രയാസമുണ്ടാക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷണിച്ച ആളുകൾ എത്ര വലിയവരോ ചെറിയവരോ ആരാണെങ്കിലും അവർ ഗസ്റ്റ് എന്നുള്ള നിലക്ക് അവർക്ക് മാറ്റിവെക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ഇത് VIP പാർക്കിംഗ് സ്ഥലമാണ്, അല്ലെങ്കിൽ VIP സ്ഥലമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരെ വേർതിരിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങൾ മുസ്ലിങ്ങളിലും വിശ്വാസികളിലും യഥാർത്ഥ മൻഹജുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളിൽ നിന്ന് പോലും പലപ്പോഴും വരുന്നത് വളരെ വേദനാജനകമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള VIP ആരായിരുന്നു എന്നറിയുമോ? മഹാനായ ബിലാൽ ഇബ്നു റവാഹിനെ പോലെയുള്ള ആളുകൾ, സൽമാനുൽ ഫാരിസിയെ പോലെയുള്ള ആളുകൾ, അബൂദറുൽ ഗിഫാരിയെ പോലെയുള്ള ആളുകൾ, അവരെല്ലാവരെയും ഒരേ കണ്ണിലൂടെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. കറുത്തവനായ ബിലാലിനെയും വെളുത്തവനായ സൽമാൻ റളിയല്ലാഹു അൻഹുമ അവരെയൊക്കെ തന്നെയും കണ്ടിരുന്നത് ഒരുപോലെയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ തഖ്വയുള്ളവരെയാണ് അവർ യഥാർത്ഥത്തിൽ VIP ആയി കണ്ടത്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ വേർതിരിക്കുന്ന ഇത്തരം പ്രയോഗങ്ങളും അതുപോലെ തന്നെ ഇത്തരം പദങ്ങളും ഒരിക്കലും വിശ്വാസികളിൽ നിന്ന് വന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഇനി മുതൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ഒരിക്കലും അത് VIP, ഇത് സാധാരണക്കാരൻ, അത് മറിച്ചോൻ എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് ഏത് ആളുകളാണെങ്കിലും നമ്മളൊരു സമ്മേളനത്തിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വന്ന ഫാക്കൽറ്റി ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഗസ്റ്റാണ്. അവർ ഒരുപക്ഷെ ആ സംഘടനകളുടെ പ്രതിനിധികൾ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ അതല്ലാത്ത ഇതര മതവിശ്വാസികളുണ്ടാവാം, അതുപോലെ തന്നെ വേറെ മറ്റ് പലരും ഉണ്ടായിരിക്കാം. എന്നാൽ അവരെ ഗസ്റ്റ് എന്നുള്ള നിലക്ക് പരിഗണിക്കുക എന്നല്ലാതെ VIP പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അല്ലെങ്കിൽ VIP ഇരിക്കാനുള്ള സ്ഥലം, അങ്ങനൊരു VIP സംസ്കാരം ഇസ്ലാമിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.